ആത്മനിർഭർ ഭാരത് അമൃതകാലത്തിലെ തുടക്കത്തിലേക്ക് നമ്മൾ കടക്കുന്നു, അമൃതകാലത്തിലേക്ക് കടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ നിർമ്മലാ സീതാരാമൻ ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. അമൃതകാലത്ത് നമ്മൾ എത്ര ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്? എബിക്ക് അറിഞ്ഞൂടെ, ഒരു സാമാന്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയായി വന്നിരുന്നുകൊണ്ട് ന്യായീകരിച്ചാൽ പോരാ. ന്യായീകരി തൊഴിലാളി എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി വസ്തുതകളെ വസ്തുക്കളായി കാണണം. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നത് ബജറ്റുമായി ബന്ധമില്ല എന്നൊക്കെ പറയുന്ന ദുർബലമായ ബാലിശമായ വാദം ഉന്നയിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഇവിടെ എങ്ങനെയാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടത് ഞാൻ സൂചിപ്പിച്ചല്ലോ എബി. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇൻഡസ്ട്രിയൽ സെക്ടറിനുണ്ടാകുന്ന ബൂമ് അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, സ്വാഭാവികമായി, സംശയം വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണല്ലോ കാർഷിക മേഖല എന്ന് പറയുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ MSME സെക്ടറുമൊക്കെ. ആ കാർഷിക മേഖലയിലൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് കടന്നു കയറി സാധാരണ കർഷകന്റെ നടുകൊടിക്കുന്ന ഏർപ്പാടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ബജറ്റിൽപ്പെട്ട കാര്യങ്ങളല്ല എന്നൊക്കെ പറയുന്ന വാദത്തോട് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധി പ്രത്യേകിച്ച് കടമെടുത്ത് വാങ്ങിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസെന്റീവ്സ് വാഗ്ദാനം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാസവളങ്ങൾക്കുള്ള സബ്സിഡി, അതുപോലെ തന്നെ പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാമപ്രദേശങ്ങളിലുള്ള കാർഷിക തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് പ്രൈസിന്റെ ന്യായമായിട്ടുള്ള ഏർപ്പാടുകൾ, ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കാർഷിക മേഖല ഉദ്ധരിക്കപ്പെടുകയുള്ളൂ, അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇവിടെ നഗരാധിഷ്ഠിതമായ വികസനമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് നടക്കേണ്ടത്. ഗ്രാമങ്ങളിൽ വികസനം ഉണ്ടാകണം. അതിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനായിട്ടുള്ളത്? ഈ ഗ്രാമങ്ങളിൽ ഇന്നും നടക്കുന്നതായിട്ടുള്ള ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എത്ര ആളുകൾക്ക് അതിന്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ഇന്നും ഈ ആദിവാസി മേഖലകളിൽ ഗോത്ര വിഭാഗങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല, ആവശ്യത്തിന് ആശുപത്രി സൗകര്യങ്ങളില്ല, ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇവിടെ പറയുന്നത് കേട്ടു, നേരത്തെയൊക്കെ പറഞ്ഞു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ക്യാമ്പസുകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് വിദേശ നിലവാരമുള്ള വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. എത്ര സ്ഥാപനങ്ങളുണ്ട് ഇന്റർനാഷണൽ റേറ്റിംഗ് ഉള്ളത് ഇന്ത്യയിൽ? അപൂർവം ചില സ്ഥാപനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള IIMO നാമമാത്രമായിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ പേരെടുത്ത് വെച്ചുകൊണ്ട് നമ്മളെല്ലാം വളരെയധികം ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് ലോക വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി നക്കിയാൽ മധുരിക്കത്തില്ല. താഴെ തട്ടിലേക്ക് കാര്യങ്ങൾ പോകണം. അങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന നടത്തണം. അതുകൊണ്ടാണ് എബി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ബജറ്റിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ബജറ്റിനെ വിലയിരുത്തേണ്ടത്. എത്ര ശതമാനം ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പായി, എത്ര കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ 4% ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം കൊണ്ട് സാധാരണക്കാരന്റെ നടുകൊടിഞ്ഞിരിക്കുന്നു. പൂവർ ബിക്കെയിം പൂവറർ ആൻഡ് റിച്ച് ബിക്കെയിം റിച്ചർ എന്ന് പറയുന്ന ഒരു എക്കണോമിക് സിദ്ധാന്തത്തിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കും. അത് കാലചക്രത്തിന്റെ ഭ്രമണത്തിൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റിന്റെ മോഡി സർക്കാർ വന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ വാദമാണ്. കാലം കഴിയും തോറും ഈ തരം വ്യവസായങ്ങൾ സാധ്യതകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. പുതിയ പാലങ്ങൾ സൃഷ്ടിക്കണം, അതിവേഗത്തിൽ ഓടുന്ന ട്രെയിനുകൾ ഉണ്ടാകണം, അതുപോലെ കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാവണം, കണക്ടിവിറ്റി ഉണ്ടാകണം. ഇതൊക്കെ സ്വാഭാവികമായ പരിണാമങ്ങളാണ്. അത് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ആ പരിണാമങ്ങൾ ഉണ്ടാകും. അത് ഞങ്ങളുടെ സർക്കാർ വന്ന കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ ദുർബലമായ പരിഹാസ്യമായ വാദങ്ങളാണ്. എനിക്കൊരു സാധാരണ പൗരന്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്, ഇവിടെ പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് കാര്യമായ നടപടികൾ ഉണ്ടാകണം. പാവപ്പെട്ടവന് സബ്സിഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവന് ഭക്ഷ്യധാന്യങ്ങളിൽ സബ്സിഡി കൊടുത്ത് അവനെ സഹായിക്കണം. അവന് മരുന്ന് ലഭ്യമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആശുപത്രി സൗകര്യങ്ങളുടെ വർധനമുണ്ടാകണം. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം.
ഇപ്പൊ ഇന്ത്യയിലെ സർവകലാശാലകളൊന്നും യാതൊരു തരത്തിലും ഐകരൂപ്യമുള്ള സ്വഭാവത്തിലല്ല. എൻ്റെ നേരത്തെ ഒരു പാനലിസ്റ്റ് പറഞ്ഞു R&D ഒക്കെ ഫോക്കസ് ചെയ്യുന്നു. നല്ല കാര്യം, R&Dയിൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ ഇൻഡസ്ട്രി റിലേറ്റഡ് വിദ്യാഭ്യാസത്തിന് മാത്രമേ ഇനിയും പുരോഗതി ഉള്ളൂ എന്ന് കാണണം. അല്ലാതെ ക്ലാസ് മുറികൾക്ക് ഇരുന്നു കൊണ്ട് കുറെ കടലാസ് എഴുതി ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതി പരീക്ഷ പാസ്സാകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഇനിയും ഇന്ത്യ ബഹുദൂരം മാറി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. GDPയുടെ എത്ര ശതമാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നീക്കിവെച്ചിരിക്കുന്നത്? വികസിത രാജ്യങ്ങളിൽ GDPയുടെ എത്ര ശതമാനം നീക്കിവെച്ചിട്ടുണ്ടെന്നുള്ളത് പഠിക്കണം. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തിനു പറയുന്നു, ചൈന പോലും നമ്മളെക്കാളൊക്കെ വിദ്യാഭ്യാസത്തിന് GDP നീക്കിവെച്ചിരിക്കുന്നത് വളരെ വലിയ ശതമാനമാണ്. വികസിത രാജ്യങ്ങളാകട്ടെ അതിനേക്കാളൊക്കെ വളരെ വലിയ ശതമാനമാണ്. ആ തരത്തിലേക്കുള്ള ഒരു റീമോഡലിംഗ് അല്ലെങ്കിൽ ഒരു പുതിയ അപ്രോച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അല്ലാതെ വോട്ടുകൾ നേടാൻ വേണ്ടി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചില ഗിമിക്സുകൾ കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ട് പോകുന്നത് എന്നൊന്നും പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ ഇതിന്റെ പ്രയോജനം എത്തണം. ജനങ്ങളുടെ ഇടയിൽ പണം ഉണ്ടാകണം. ആ പണം വ്യയം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം, ലിക്വിഡിറ്റി ഉണ്ടാകണം. ആ തരത്തിലുള്ള അതുപോലെ തന്നെ ടാക്സിന്റെ കാര്യത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണം. ആദായ നികുതിയുടെ കാര്യങ്ങളിൽ സ്ലാബിന്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വർധനവ് വരുമെന്നൊക്കെ വിചാരിച്ചു, ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമ്പന്നന്മാർ കൂടുതൽ സമ്പന്നന്മാരാകുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഇന്ത്യക്ക് പറ്റിയതല്ല. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നെ ഇവിടെ ഒന്ന് തുടച്ചു മാറ്റണം. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം വൻകിട കോർപ്പറേറ്റുകൾക്ക് എഴുതി വിറ്റുകൊണ്ട് ഇതാ ഇന്ത്യ തിളങ്ങുന്നു എന്നൊന്നും പറഞ്ഞ് അദാനി അംബാനിക്കാരുടെ ഒരു രീതിയിലല്ല നമ്മുടെ ഈ രാജ്യം വളരേണ്ടതെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഇപ്പോഴാ റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു, എയർപോർട്ടുകളൊക്കെ പ്രൈവറ്റൈസ് ചെയ്തു. അതുകൊണ്ടൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടായോ എന്ന് പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം, സ്വയം വിമർശനത്തിന് തയ്യാറാകണം. അല്ലാതെ ചില കോഗ്വാദങ്ങൾ കാണിച്ച് ചില നാടകീയമായ ജനങ്ങളുടെ വികാരത്തെ ഇളക്കി വൈകാരിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കല്ല ഈ പറയുന്ന മതേതര രാഷ്ട്രമായി ഇന്ത്യയിൽ വേണ്ടത്. എല്ലാ സർവാശ്ലേഷിയായ സബ്കാ വികാസ് എന്നൊക്കെയാണല്ലോ മുദ്രാവാക്യം പറയുന്നത്. സബ്കാ വികാസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വയം വിമർശനം നടത്തണം. ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പുതിയ ബഡ്ജറ്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബാങ്കിങ് സെക്ടറിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ പലിശ നിരക്കിൽ ഒരു റീഡെഫിനിഷൻ ആവശ്യമാണെങ്കിൽ ഉണ്ടാകണം. ഷെയർ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കളികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൂച്ചുവിലങ്ങിടാനുള്ള നടപടികൾ സ്വീകരിക്കണം. അവിടെയെല്ലാം നടക്കുന്നതായിട്ടുള്ള ഈ കള്ള ഇടപാടുകൾ നമ്മൾ ഡിജിറ്റൽ ഇക്കോണമിയിലേക്ക് അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലതാണ്. നമ്മുടെ ഗവേണൻസിൽ കുറെ കൂടെ ഡിജിറ്റലൈസേഷൻ ഉണ്ടായിക്കൊള്ളണം. അല്ലാതെ ഒരു രാത്രി കൊണ്ട് പ്രഖ്യാപനത്തിലൂടെ നോട്ട് നിരോധിച്ച് രാജ്യം മുഴുവൻ സമ്പന്നമാക്കാമെന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ഗിമ്മിക്സ് അല്ല ആവശ്യം. താഴേക്കിടയിലുള്ള ആളുകൾക്ക് നമ്മളുടെ വികസനം എത്തണം. ദരിദ്രരുടെ ദാരിദ്ര്യം മാറണം. അതിദാരിദ്ര്യം ഇല്ലാതെയാക്കണം. ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാകണം. ആശുപത്രി സേവനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാകണം. ഈ പറയുന്ന ട്രൈബൽ, അതായത് ആദിവാസികൾക്കും അതുപോലെയുള്ള ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളെ ആദിവാസികളെയും സർവാശ്ലേഷിയായിട്ടുള്ള ഒരു വികസനം നമ്മൾ കാണണം. റോഡും പാലങ്ങളും തീർച്ചയായും അനിവാര്യമാണ്. അതിവേഗ ട്രെയിനുകൾ അനിവാര്യമാണ്. വിമാനങ്ങളുടെ എണ്ണം കൂടണം. വിമാനത്താവളങ്ങളുടെ എണ്ണം കൂടണം. അതൊക്കെ ചെയ്യുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് വികാസം ഉണ്ടായി എന്ന് പറയാനായി സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും പ്രത്യേകമായ പോക്കറ്റുകളിൽ വികാസം ഉണ്ടാക്കിക്കൊണ്ട് ഇതാണ് വികാസം എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. അതല്ല ഇന്ന് 142 ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചൈനയെ പോലും 2ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇന്ത്യ ജനസംഖ്യയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇനിയും ചൈനയെ പോലുള്ള രാജ്യത്തിന്റെ വികസനത്തിലെത്താൻ നമ്മൾ ഇനി എത്ര നാൾ സഞ്ചരിക്കണം? പറയുന്നു അടുത്ത 2030 ആകുമ്പോഴത്തേന് ഇന്ത്യ ലോകത്തെ 3ാം സ്ഥാനമാകും നമ്മളൊക്കെ പിടിച്ചെടുക്കാൻ പോകുന്നത്. 5 ട്രില്യൺ ഇക്കോണമിയെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പറയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്.
അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നമ്മൾ 2030 എത്തുമ്പോൾ 5 ട്രില്യൺ കരുത്തുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുമെന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. പക്ഷേ അവിടെയാണ് ശ്രീ രാജേന്ദ്രൻ പന്തള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങ് അതിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വിലക്കയറ്റത്തിൻ്റെയൊക്കെ തോത് അത് വലിയ രീതിയിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യം, ധനക്കമ്മി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വലിയ പ്രതിസന്ധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് 2030 നമ്മൾ വലിയൊരു സൂപ്പർ